T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റനെ നിയമിക്കേണ്ട സമയമായിരിക്കുന്നു. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ലോക കിരീടം നേടിയെന്നത് ശരി തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോമില്ലായ്മയും ഇന്ത്യയുടെ ഭാവിയും മനസ്സിൽ കണ്ടാണ് പുതിയ തീരുമാനം. മുന്നോട്ട് പോകാനുള്ള സമയം അതിക്രമിച്ചു. BCCI ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തീരുമാനമെത്തിയിരിക്കുന്നു. ഇനി കാത്തിരിപ്പാണ്. ആരാണ് ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റൻ? ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ തന്നെ ചോദ്യമുയർന്നിരുന്നു. IPL-ൽ മികച്ച പ്രകടനം നടത്തിയ ക്യാപ്റ്റന്മാരുടെ ധാരാളിത്തം സെലക്ഷൻ കമ്മിറ്റിക്ക് പക്ഷേ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. നീണ്ട 17 വർഷത്തോളം കിരീടങ്ങളൊന്നുമില്ലാതെ പതറിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 2 വട്ടം ചാമ്പ്യന്മാരാക്കിയ രജത് പാട്ടിദാർ വരെ T20 ക്യാപ്റ്റനാകാൻ യോഗ്യനായി നിൽക്കുന്നു. ക്ഷാമമില്ലെങ്കിലും മികച്ച ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ BCCI. ഫോം ഔട്ട് തുടരുന്ന സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ ക്യാപ്റ്റൻ എന്ന ചർച്ചയ്ക്ക് തീപിടിച്ചത്. ക്യാപ്റ്റനായി പരിഗണിക്കുന്നതിൽ ശ്രേയസ് അയ്യർ മുതൽ സഞ്ജു സാംസൺ വരെയുണ്ടെന്നാണ് വാർത്ത. മുഖ്യപരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയും മറനീക്കി പുറത്തു വരുന്നുണ്ട്. ഗൗതം ഗംഭീറിൻ്റെ താൽപ്പര്യം സഞ്ജു സാംസൺ ക്യാപ്റ്റനാകണമെന്നാണ്. എന്നാൽ സഞ്ജുവിൻ്റെ സ്ഥിരതയില്ലായ്മ ചൂണ്ടിക്കാട്ടി BCCI ഇതിന് ഉടക്കിട്ടെന്നാണ് കേൾവി. 2020 ലോകകപ്പ് ഹീറോയായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ. താരത്തെ ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാക്കണമെന്ന നിലപാട് നേരത്തെ തന്നെ ഗംഭീർ പങ്കുവച്ചിരുന്നു. IPL-ൽ നിലവിൽ ക്യാപ്റ്റൻ അല്ലെങ്കിലും രാജസ്ഥാൻ റോയൽസിനെ 5 വർഷം നയിച്ച് ഫൈനൽ വരെ എത്തിച്ചതിൻ്റെ ക്യാപ്റ്റൻസി മികവ് സഞ്ജുവിനുണ്ട്. മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനും സ്ഥിരതയില്ലായ്മയാണ് വെല്ലുവിളി. ഇടവേളയ്ക്ക് ശേഷം ടീമിലെത്തിയ താരത്തിന് ഉടൻ നായക പദവി നൽകുന്നതിലും എതിർപ്പുണ്ട്. നിലവിലെ വൈസ് ക്യാപ്റ്റനായ അക്ഷർ പട്ടേലിനെ പരിഗണിക്കാൻ വിദൂര സാധ്യത മാത്രമാണുള്ളത്. അതേസമയം പുതിയ ക്യാപ്റ്റന് കീഴിൽ സൂര്യകുമാർ യാദവ് കളിക്കുന്ന കാര്യവും പരുങ്ങലിലാണ്. ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സൂര്യകുമാറിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് തന്നെ. ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കാനാണ് BCCIയുടെ താൽപ്പര്യം. തിലക് വർമ്മയും BCCIയുടെ പരിഗണനയുള്ള പേരാണ്. നിലവിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ ആദ്യ ചോയ്സ് ശ്രേയസ് അയ്യർ തന്നെയാണ്. ദീർഘകാലമായി ഏകദിന T20 നായകസ്ഥാനത്തേക്ക് അഗാർക്കർ മനസ്സിൽ കണ്ട പേരും ശ്രേയസിൻ്റേതാണ്. 2024-ൽ ഗൗതം ഗംഭീർ മെൻഡറായിരിക്കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനുമാണ് ശ്രേയസ്. എന്നാൽ അന്നു തനിക്ക് ക്രെഡിറ്റ് ലഭിച്ചില്ലെന്ന് ശ്രേയസ് പരസ്യമായി പറഞ്ഞിരുന്നു. ഇത് ഗംഭീറിനെ ക്ഷുഭിതനാക്കി. ഇക്കാര്യം കൊണ്ട് തന്നെ ഗംഭീറിൻ്റെ പിന്തുണ ശ്രേയസിന് ലഭിക്കാനിടയില്ല. യുവതാരം തിലക് വർമ്മയെയും ഈ പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അജിത് അഗാർക്കർ നിർദ്ദേശിക്കുന്നത്. 23-കാരനായ താരത്തിന് ശോഭനമായ ഭാവിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. T20 ലോകകപ്പിൽ ലോവർ മിഡിൽ ഓർഡറിൽ തിലക് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു. അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായും തിലകിനെ പരിഗണിക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാനുള്ള ഒരാളെയാണ് BCCI പരിഗണിക്കുന്നതെങ്കിൽ തിലകിന് നറുക്കു വീഴുമെന്നുറപ്പ്. പ്രായക്കുറവിനൊപ്പം T20-യിലെ സ്ഥിരതയാണ് തിലക് വർമ്മയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ. പുതിയ ക്യാപ്റ്റൻ 2028 T20 ലോകകപ്പിലും ആ വർഷം നടക്കുന്ന ഒളിമ്പിക്സിലും ഇന്ത്യയെ നയിക്കേണ്ടയാളാണ്. ദീർഘകാലത്തേക്ക് ഒരു ക്യാപ്റ്റനെ മതിയെന്ന് തീരുമാനിച്ചാൽ തിലക് തീർച്ചയായും വരും. ഇന്ത്യ A ടീമിൻ്റെ നായകനായി തിലകിനെ നിയോഗിച്ചതും നേതൃപാടവം വിലയിരുത്താൻ വേണ്ടിയാണ്. പക്ഷേ ശ്രേയസിനെയും തിലക് വർമ്മയെയും ക്യാപ്റ്റനാക്കുന്നതിൽ കോച്ച് ഗംഭീർ വിയോജിപ്പ് രേഖപ്പെടുത്തിയേക്കും. വിക്കറ്റ് കീപ്പർമാരായ സഞ്ജു സാംസൺ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ, ഇതാണ് ഗംഭീറിൻ്റെ പ്ലാൻ പുസ്തകത്തിലുള്ളത്. IPL-ൽ ബാറ്റിംഗിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുകയും ഗുജറാത്ത് ടൈറ്റൻസിനെ ഫൈനൽ വരെ എത്തിക്കുകയും ചെയ്ത ശുഭ്മാൻ ഗില്ലിനെ T20 ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയില്ല. ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒഴിവില്ലാത്തതാണ് ഗില്ലിന് തിരിച്ചടിയാവുന്നത്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും അവിടെ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ എന്നിവർ ടീമിലേക്ക് വിളി പ്രതീക്ഷിച്ചിരിക്കെ ഗില്ലിനെ കൂടി ഉൾപ്പെടുത്താൻ പ്രയാസമാകും. താരങ്ങളിലും ക്യാപ്റ്റൻസിയിലും പ്രതിഭാധാരാളിത്തം തന്നെയാണ് ഇന്ത്യൻ ടീമിനെ ഇപ്പോഴത്തെ വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല.